നമസ്കാരം. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ദില്ലി ഒരുങ്ങിയിരിക്കുകയാണ്. നാളെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് 5 കമ്പനി അർദ്ധ സൈനികർ, NSC കമാൻഡോകൾ, ഡ്രോണുകൾ, സ്നൈപ്പർമാർ എന്നിവരടങ്ങുന്ന ഒരു ബഹുതല സുരക്ഷാ സംവിധാനം തന്നെയാണ് ദില്ലിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് അവരുടെ ഹോട്ടലുകളിൽ നിന്നും വേദിയിലേക്കും തിരിച്ചും പ്രത്യേക റൂട്ടുകൾ നൽകും എന്നുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാൽ G20 ഉച്ചകോടിക്ക് സമാനമായ ഒരു സുരക്ഷാ വിന്യാസം തന്നെയായിരിക്കും രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ്, സീഷൽസ് എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കായി നഗരത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളായ ലീല, താജ്, ITC മൗര്യ എന്നിവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രപതി ഭവനിൽ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചതിനാൽ പരിസരത്തും പുറത്തുമൊക്കെ കനത്ത ജാഗ്രത തന്നെ, അല്ലെങ്കിൽ ത്രിതല സുരക്ഷാ സംവിധാനം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ദില്ലി പോലീസിന്റെ SW-80 NSC പദവിയിൽ നിന്നുള്ള കമാൻഡോകളെ പരിപാടി ദിവസം രാഷ്ട്രപതിയുടെ ഭവനത്തിന് ചുറ്റും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ വിന്യസിക്കുന്നുമുണ്ട്. 5 കമ്പനി അർദ്ധ സൈനികരും അതിനോടൊപ്പം തന്നെ ദില്ലി ആംഡ് പോലീസ് ജവാന്മാരും ഉൾപ്പെടെ 2500ഓളം പോലീസുകാരെ വേദിക്ക് ചുറ്റും വിന്യസിക്കാനുള്ള പദ്ധതിയുമുണ്ട്. എയർ ബലൂണുകൾ, ചെറിയ വലുപ്പത്തിലുള്ള പവർ വിമാനങ്ങൾ, ക്വാഡ്കോപ്റ്ററുകൾ എന്നിവയ്ക്കും ഇവിടെ നിരോധനമുണ്ട്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രദേശം നോ ഫ്ലൈയിങ് സോണായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ജൂൺ 9-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ജൂൺ 10-ാം തീയതി വരെ തുടരും എന്നുകൂടി ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ഈസ് ഇന്ത്യ മലയാളം.